രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായി പുതിയ സംഘത്തെ നിയോഗിച്ചു. ആദ്യത്തെ സംഘത്തോട് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്താനുള്ള നിർദ്ദേശവും നൽകി. രാഹുലിന്റെ അറസ്റ്റ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തിരച്ചിൽ അത് പ്രത്യേക അന്വേഷണ സംഘം നിർബാധം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തെ, അതായത് തിരച്ചിലിന് പോയ സംഘത്തെ മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണ്? അന്വേഷണ സംഘത്തെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ ചേഞ്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അന്വേഷണ വിവരങ്ങൾ ചോരുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 11 ദിവസമാകുന്നു. ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അവർക്ക് എന്തുകൊണ്ട് പിടികൂടാനാവില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതൊരു കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നു എന്നുള്ള ചില വാർത്തകളും വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിൽ എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് അറിയില്ല. ചില ആരോപണങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ വരികയും ചെയ്യുന്നത്. ഇനി അതുകൂടി കാരണമാണോ മാറ്റിയെന്നുള്ള കാര്യത്തിൽ സംശയിക്കപ്പെടുന്നുണ്ട്. 2 ആഴ്ച എന്നുള്ള സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ സംഘം വൈകാതെ തന്നെ ബംഗളൂരുവിലെത്തും. ഈ രാഹുലിനായിട്ടുള്ള തെരച്ചിൽ മാത്രമല്ല, രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കേസ് അത് ഈ യുവതി ബംഗളൂരുവിലുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരെ മൊഴി രേഖപ്പെടുത്തുന്നതിന് ശേഷം അവിടെ നിന്നുള്ള കുറേ തെളിവുകൾ കൂടി മറ്റു വിവരങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. അത്തരം ഡാറ്റ കളക്ഷനും അല്ലെങ്കിൽ മൊഴി എടുക്കുന്നതൊക്കെ കാര്യങ്ങളിലേക്ക് ഈ സംഘമായിരിക്കും ഇനി നീങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് തിരുവനന്തപുരം കോടതിയിൽ, ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നത്. ആ ജാമ്യാപേക്ഷ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിക്കണമെന്ന് ഇന്നലെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നാളെ സ്വാഭാവികമായും പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ പരമാവധി ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അക്കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ സംഘത്തിന്റെ നടപടികളിലേക്ക് സംഘം കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ധൃതി പിടിച്ച് അറസ്റ്റിലേക്ക് പോകേണ്ട എന്നൊരു നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തീരുമാനമായതിനു ശേഷം മാത്രം അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനവും. സിജോ, അതായത് ആദ്യത്തെ കേസിലാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെ കിട്ടുകയാണെങ്കിൽ അറസ്റ്റിന് ഇനി തടസ്സമുണ്ടോ? നിയമപരമായ തടസ്സമില്ല. കാരണം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ഇന്നലെ കോടതി തടഞ്ഞിട്ടില്ല. ഈ അറസ്റ്റ് തടയണമെന്ന ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാവുള്ളൂ എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റ് തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നിയമപരമായ തടസ്സമില്ലെങ്കിൽ പോലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ഒരു കേസിൽ അങ്ങനെ വളരെ വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകേണ്ട സാധാരണ പോലീസ് ചെയ്യാറില്ല. രാഹുലിന്റെ കാര്യത്തിലും ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തള്ളുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഹൈക്കോടതിയിൽ പോകുന്നതിന് സമയമുണ്ട്. ഇനി അങ്ങനെ ഒരു സമയം കൊടുക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെയും പോലീസിന്റെയും ഒക്കെ തീരുമാനം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിയിടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അന്വേഷണ സംഘവും പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിലുള്ളവർ തന്നെ വിവരം ചോർത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ ഒരു അന്വേഷണ സംഘത്തെ അയച്ചിരിക്കുന്നത് ഒരു നടപടിക്രമം മാത്രമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ വിവരം ചോർന്നതുമായി ബന്ധപ്പെട്ടാണോ പുതിയ അന്വേഷണ സംഘത്തെ കൂടെ നിയോഗിച്ചത് എന്നുള്ള സംശയങ്ങൾ കൂടി ശക്തമായിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതി കൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടട്ടെ. രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജി കൂടെ പരിഗണിക്കട്ടെ. അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കാമെന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്.